11 മാസക്കാലം ചെയ്ത മുഴുവൻ പാപങ്ങളും അല്ലാഹ് അവിടുന്ന് നമുക്ക് പുറത്തു തരുന്നതാണ് എന്നതിൽ ഒരു സംശയവും വേണ്ട. കാരണം റമദാൻ എന്ന് പറഞ്ഞാൽ തന്നെ കരിക്കുക എന്നതാണ്. റമദാനിന്റെ വാക്കിന്റെ അർത്ഥം കരിച്ചു കളയുക എന്നാണ്. അതാണ് പരിശുദ്ധ റമദാൻ. അല്ലാഹു റമദാൻ എന്ന് പേര് വെച്ചത് കോടാനുകോടി തെറ്റുകൾ ചെയ്തവനാണെങ്കിലും അല്ലാഹ് റമദാൻ മാസത്തിൽ പുറത്തു തരാൻ തയ്യാറാണ്. പക്ഷേ നമ്മൾ അതിനെ ചോദിക്കണം എന്നത് മാത്രമാണ്. നമ്മൾ പൊറുക്കനെ ചോദിക്കാൻ തയ്യാറല്ലേ? അല്ലാഹ് നിനക്ക് പുറത്തു തരാനും തയ്യാറല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെയാണ് നാം മനസ്സിലാക്കേണ്ടതും. ഓരോ റമദാനും നമുക്ക് ഗുണപാഠമുള്ള റമദാനാവണം. എത്ര ആളുകൾ നമുക്ക് വഅദ് പറഞ്ഞു തന്നു, എത്ര ആളുകൾ നമുക്ക് ഇവിടെ വഅദ് പറഞ്ഞു തന്നു. എന്നാൽ ഓരോ വഅദുകൾ കേട്ടിട്ട് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ കഴിയുന്നുണ്ടോ? നമ്മുടെ റമദാനിലെ വഅദുകൾ നമുക്ക് ഗുണമായിട്ടുണ്ടോ? പരിശുദ്ധ റമദാനിൽ ഇതേപോലെ എത്ര ആളുകൾ പള്ളിയിൽ വഅദ് പറഞ്ഞു. എന്നാൽ മഹാന്മാരായ തന്ത്രജ്ഞാനികളായ ചില പണ്ഡിതന്മാരുണ്ട്. ആ പണ്ഡിതന്റെ അടുക്കൽ കുറെ ആളുകൾ വരുന്നു. എന്നിട്ട് ആ പണ്ഡിതനോട് പറയുന്നു, എന്തേ ഞങ്ങൾ ഇൽമ കേട്ടിട്ട് ഞങ്ങൾക്ക് ഉപകരിക്കാത്തത്? ഞങ്ങൾ എത്രയോ വഅദ് കേൾക്കുന്നു, ഇൽമ കേൾക്കുന്നു, പക്ഷേ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും അത് ഉപകരിക്കുന്നില്ല. എത്ര ഇൽമ പഠിച്ചിട്ടും ഞങ്ങൾക്ക് അത് തലയിൽ കയറുന്നില്ല, ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് അന്ന് തുളച്ചു കയറുന്നില്ല. എന്തേ എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ അവിടുന്ന് മഹാനവറുകൾ പറയുന്നു, 5 കാര്യമുള്ളതിനാൽ നിങ്ങൾക്ക് എത്ര പറഞ്ഞാൽ ഇൽമ കയറൂല. 5 കാര്യം നിങ്ങൾക്കുണ്ട്. ആ 5 കാര്യമുള്ളതിനാൽ നിങ്ങൾക്ക് എത്ര ഇൽമ പറഞ്ഞാലും എത്ര വഅദ് പറഞ്ഞാലും നിങ്ങളുടെ ഹൃദയത്തിലേക്ക് തുളച്ചു കയറൂല. അവ്വലുഹാ ഖദ് അൻഅമ അല്ലാഹു അലൈക്കും ഫലം തഷ്കുറൂ. അല്ലാഹു നിങ്ങൾക്ക് ഒരുപാട് നിയമത്തുകൾ ചെയ്തു, ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു ചെയ്തു. എന്നാൽ ഫലം തഷ്കുറൂ, നിങ്ങൾ അല്ലാഹുവിനോട് നന്ദി കാണിച്ചില്ല. രണ്ടാമതായി മഹാനവറുകൾ പറയുന്നു, ഇദാ അദ്നബതും ഫലം തസ്തഗ്ഫിറൂ. നിങ്ങൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ തെറ്റ് ചെയ്തു പോയാൽ, നിങ്ങൾ തെറ്റ് ചെയ്താൽ ഫലം തസ്തഗ്ഫിറൂ, നിങ്ങൾ അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുന്നില്ല. ഇങ്ങനെ 2 കാര്യം പറഞ്ഞു നിർത്തിയിട്ടില്ല. മൂന്നാമതായി പറയുന്നു, ലം തഅമലു ബിമാ അലിംതും മാ ലം തഅലമു ബിമാ അലിംതും മിനൽ ഇൽമി. നിങ്ങൾ പഠിച്ചതനുസരിച്ച് പ്രവർത്തിച്ചില്ല. പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാത്ത കാരണത്താൽ നിങ്ങൾക്ക് റബ്ബ് അതാ അവിടുന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമ മനസ്സിലാക്കാനുള്ള തൗഫീഖ് തന്നിട്ടില്ല. നിങ്ങൾക്ക് എത്ര വഅദ് പറഞ്ഞാലും അത് സ്വീകരിക്കാനുള്ള ഒരു കരുത്ത് നിങ്ങൾക്ക് നൽകിയിട്ടില്ല. നാലാമതായി പറയുന്നു, സഹിത്തുമുൽ അഖിയാറ വലം തഖ്തദൂ ബിഹിം. നിങ്ങൾ അതാ ഒരുപാട് നല്ല ആളുകളെ, സ്വാലിഹീങ്ങളെ നിങ്ങൾ ചങ്ങാത്തം പിടിച്ചു. നിങ്ങൾ നല്ല നല്ല ആളുകളെ സുഹൃത്തുക്കളായി അവിടുന്ന് ആ ആളുകളോട് നല്ല ബന്ധം സ്ഥാപിച്ചു, നല്ല സുഹൃത്ത് ബന്ധം സ്ഥാപിച്ചു. എന്നിട്ടും വലം തഖ്തദൂ ബിഹിം, അവരെ നിങ്ങൾ പിന്തുടർന്ന് ജീവിച്ചില്ല, നിങ്ങൾ അവരെ ഫോളോ ചെയ്ത് ജീവിച്ചില്ല. അതുകൊണ്ടും നിങ്ങൾക്ക് ഇൽമ കയറൂല. അഞ്ചാമതായി പറയുന്നു, ദഫൻതുമുൽ അംവാത ഫലം തഅ്തബിറൂ ബിഹിം. എത്ര ആളുകളെയാണ് നിങ്ങൾ മരിച്ചപ്പോൾ പള്ളിയിൽ കൊണ്ടുവന്ന് ആ മയ്യത്ത് നിസ്കരിച്ച് അതിനെ ഖബറിലേക്ക് കൊണ്ടുപോയി അത് അവരടക്കുകയും ചെയ്യത്. ആ ഖബറടക്കുന്ന സമയത്ത് നിങ്ങൾ വിചാരിച്ചില്ല, ഞാനും ഇതുപോലെ മരിക്കാനുണ്ട്, എനിക്കും ഇതുപോലെ അതാ ഒരു മരണം വരാനുണ്ട്, ആ സമയത്ത് ഞാനും മരിക്കുമല്ലോ, എന്നെയും ഇതുപോലെ ഖബറിൽ കൊണ്ടുവന്ന് അതാ ഖബറിൽ വെക്കുമല്ലോ എന്ന് നീ അവിടുന്ന് അതേ ബോധം ഉണ്ടായിട്ടില്ല. നീ അവിടെ നിനക്ക്
ഒരിക്കലും പാഠം ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഈ 5 കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടായതിനാൽ എത്ര ഇൽമ പറഞ്ഞാലും നിങ്ങൾക്ക് കയറൂല, എത്ര വാങ്ങ പറഞ്ഞാലും നിങ്ങൾക്ക് ഉപകരിക്കുകയില്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. ഓ മുഅ്മിനീങ്ങളെ, നാം മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇൽമ പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനാണ്. നമ്മൾക്ക് എന്തെങ്കിലും ഒരു പുതിയ അറിവുകൾ കിട്ടിയാൽ അതനുസരിച്ച് നാം പ്രവർത്തിക്കണം എന്നതാണ് നമുക്ക് ഏറ്റവും ആവശ്യം എന്ന് മഹാന്മാർ കിതാബുകളിൽ രേഖപ്പെടുത്തിയത് കാണാം. ഏതൊരു പുതിയ അമല് നിനക്ക് ലഭിച്ചോ അത് പെട്ടെന്ന് നീ അത് ചെയ്യാൻ നോക്കണം. നിന്റെ ജീവിതത്തിൽ ചെയ്യാത്തതല്ലേ. അങ്ങനെ പുതിയ എന്ത് അമല് കിട്ടിയാലും നീ അവിടുന്ന് ചെയ്യാൻ തുനിയണം എന്ന് പറയുമ്പോൾ, ഓ മുഅ്മിനീങ്ങളെ, അവിടുന്ന് എത്ര അമൽ ചെയ്തവനാണ്. ധാരാളം നിസ്കാരത്തിൽ നിസ്കരിച്ചു, പക്ഷേ നിസ്കാരത്തിൽ ഒരു കുറവും നമുക്കില്ല. നിസ്കാരം നന്നായി നിസ്കരിക്കുന്നവരാണ്. എന്നാൽ ഇബ്നു റജബുൽ ഹംബലി തങ്ങൾ പറയുന്നു, കാന സലഫുസ് സാലിഹൂൻ, മുൻഗാമികളായ പണ്ഡിതന്മാർ